Hi friends, welcome back to Chinnu's Online Learning. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 6 ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 5 ദി ചാമ്പ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ ഫസ്റ്റ് ലെസണിലത്തെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 4 ആക്ടിവിറ്റീസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തോട്ട്സ്, അതേപോലെ തന്നെ രഞ്ജിത്തിൻ്റെ തോട്ട് എഴുതാനായിട്ട് പറയുന്നുണ്ട്, അതുപോലെ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ 2 ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് 5th തൊട്ട് 7th വരെയുള്ള ക്ലാസ്സുകളിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും വരുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് പഠിച്ചു വെക്കണം. രഞ്ജിത്തിൻ്റെ തന്നെ തോട്ട് എഴുതാനാവില്ല പറയുക, അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് ഇന്ന കാര്യത്തിനെ കുറിച്ചാവില്ല പറയുക, എങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരിട്ട് ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഇനിയും ആക്ടിവിറ്റി സെക്ഷൻ്റെ പാർട്ട് 2, അതേപോലെ ബാക്കി 2 ലെസൻ്റെ വീഡിയോസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാത്തിൻ്റെയും വീഡിയോ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആക്ടിവിറ്റി 1. Here's the last part of the story. Oh, please forgive us, Radha, we eat our words. But I will love to learn your style. Your very own style, Radha, said Ranjit and held out his hand to her. നമ്മൾ ഇപ്പോൾ പഠിച്ച കഥയുടെ ലാസ്റ്റത്തെ ഒരു സെൻറ്റൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. രഞ്ജിത്ത് ഫെൽറ്റ് സോറി ഫോർ വാട്ട് ദേ ഹാഡ് ഡൺ ടു രാധ. രഞ്ജിത്തിന് വളരെ വിഷമം തോന്നി, താൻ രാധയോട് ചെയ്ത അല്ലെങ്കിൽ രാധയോടുള്ള അവരുടെ പെരുമാറ്റത്തിൽ രഞ്ജിത്തിന് വളരെ ഖേദം തോന്നി. അപ്പോൾ എന്തായിരിക്കും, വാട്ട് കുഡ് ഹിസ് തോട്ട്സ് ബി? ആ ഒരു അവളെ അമ്മനെ രക്ഷിച്ചു, ഇവർ ചെയ്ത പെരുമാറ്റം, ഇതിനെല്ലാം കുറിച്ച് ആലോചിച്ചപ്പോൾ എന്തായിരിക്കും അവൻ്റെ ചിന്തകൾ? റൈറ്റ് ദ തോട്ട്സ് ഓഫ് രഞ്ജിത്തിൻ്റെ ചിന്തകൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. ഇതേപോലെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതി നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു സാമ്പിളാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ഹെഡിങ് കൊടുത്തിട്ട് എഴുതാം, തോട്ട്സ് ഓഫ് രഞ്ജിത്ത്. വി തറോലി മിസ്റ്റേക്ക് പുവർ രാധ. ഞങ്ങൾ രണ്ടുപേരും രാധയെ വളരെയധികം തെറ്റിദ്ധരിച്ചു പോയി. വി തോട്ട് ദാറ്റ് ഷി വാസ് സിംപ്ലി എ വില്ലേജ് ഗേൾ. ഞങ്ങൾ വിചാരിച്ചിരുന്ന അവളൊരു വെറും ഒരു വില്ലേജിൽ നിന്നുള്ളൊരു പെൺകുട്ടി മാത്രമാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഹൗ മെനി ടൈംസ് വി റിഡിക്കുൾഡ് ഹർ. ഞങ്ങൾ എത്ര തവണ അവളെ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. വി ഷുഡ് ഹാവ് ടേക്കൺ ഹെർ ടു അവർ ക്ലബ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഹെർ ടു അവർ ഫ്രണ്ട്സ് പ്രൗഡ്ലി. ഞങ്ങൾ എന്ത് ചെയ്യണം, അവളെ ഇനി ക്ലബിലേക്ക് കൊണ്ടുപോയി ഫ്രണ്ട്സിനെയൊക്കെ വളരെ പ്രൗഡ്ലി ആയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം, അഭിമാനപൂർവ്വം ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയൊന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഷി വാസ് വെരി മച്ച് ഇൻട്രസ്റ്റ് ഇൻ അവർ വെൽ ബീയിങ്. അവൾക്ക് ഇങ്ങോട്ട് വരണമെന്നും ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ ഒപ്പം ഇങ്ങനെ താമസിക്കണമെന്നും കളിക്കണമെന്നും എല്ലാത്തിനും ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് വി ഇഗ്നോർഡ് ഹെർ. പക്ഷേ ഞങ്ങൾ അവളെ അകറ്റി നിർത്തി. വി ന്യൂ നത്തിങ് അബൌട്ട് ഷിഫ്റ്റ് കറൻറ്റ്സ്. ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒഴുകുന്ന ഒഴുക്കിനെ കുറിച്ചൊന്നും അറിയില്ല. ബട്ട് രാധ ന്യൂ വെൽ എവറിത്തിങ്. പക്ഷേ രാധയ്ക്ക് എല്ലാത്തിനെക്കുറിച്ചും, ഷിഫ്റ്റ് കറൻറ്റിനെ കുറിച്ചും സ്വിമ്മിങ്ങിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും വളരെ നല്ല അറിവുണ്ട്. ഹാഡിൻ ഷി വാണ്ട് us അബൌട്ട് ദി ഡേഞ്ചർ. അവൾ ഞങ്ങളോട് അങ്ങനെ ഒരു അപകടം ഉണ്ടെന്ന് അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഹെർ ടൈംലി ആക്ഷൻ അലോങ് കുഡ് സേവ് അമൻസ് ലൈഫ്. അവളുടെ കൃത്യസമയത്തുള്ള ആ ഒരു പ്രതികരണം, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത് കൊണ്ടാണ്, എന്നിട്ട് അവൾ കഷ്ടപ്പെട്ട് നീന്തി രക്ഷിച്ചത് കൊണ്ടാണ് അമ്മനൊന്നും ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അമ്മൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. രാധ ഈസ് എ ബ്രേവ് ഗേൾ. രാധ എങ്ങനെയാണ് ഒരു ബ്രേവ് ആയിട്ടുള്ളൊരു ഗേളാണ്. വാട്ട് പുവർ സ്വിമ്മേഴ്സ് വി ആർ. ഞങ്ങൾ എന്ത് പാവപ്പെട്ട നീന്തൽക്കാരാണ് ഞങ്ങൾ രാധേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലേ? രാധ പ്ലീസ് ഫോർഗിവ് us. അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, രാധ ഞങ്ങളോട് ക്ഷമിക്കണം. വി ആർ പ്രൗഡ് ഓഫ് യു. നിന്നെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് വല്ലാതെ അഭിമാനമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതായിരിക്കും രഞ്ജിത്തിൻ്റെ ആ സമയത്തുള്ള തോട്ട്സ്. ഇനി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റി 2ലേക്ക് പോവാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 ഒന്ന് നോക്കാം. ലെറ്റ് us unscramble and complete the ladder. അതായത് here are some scrambled words. The words describe the various qualities of a person. ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വേർഡ്സ് എന്താണ്? ഒരു മനുഷ്യൻ്റെ നല്ല, അല്ലെങ്കിൽ നല്ലതെന്നല്ല, പൊട്ടയും അതൊക്കെ ആവാം, അങ്ങനെ പലതരത്തിലുള്ള ക്വാളിറ്റീസിനെ കുറിച്ചാണ്.
നമുക്കത് അൺസ്ക്രാമ്പിൾ ചെയ്ത് ഒരു വേർഡ് പിരമിഡിൽ എഴുതണം. അതിന് നമുക്കിവിടെ 9 ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. ആ ഹിൻറ്റുകളുടെ അർത്ഥം വരുന്ന ക്വാളിറ്റികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ നമ്പർ അനുസരിച്ച് ആ ഒരു വേർഡ് പിരമിഡിൽ എഴുതാനാണ് പറയുന്നത്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് വൺ, നെർവസ് അബൌട്ട് മീറ്റിംഗ് ഓർ സ്പീക്കിംഗ് ടു അതർ പീപ്പിൾ. മറ്റുള്ളവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഉള്ളൊരു വേറെ അല്ലെങ്കിൽ ഒരു പേടി. ഷൈ, ആദ്യത്തെ ആ വേർഡ് പിരമിഡിൽ ഷൈ എന്ന് എഴുതാം. അവിടെ എച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് എസ്സും ലാസ്റ്റ് വൈയും, അതായത് SHY. നാരോ മൈൻഡഡ് ഓർ പെറ്റി. രണ്ടാമത്തെ മീൻ, MEAN. മൂന്നാമത്തെ നെർവസ് ഓർ വെറീഡ്. അതിൻ്റെ എന്താണ്? ടെൻസ്, TENSC. കാം ആൻഡ് കൈൻഡ്, GENTLE, ജെൻറ്റിൽ. ദെൻ കെയറിങ് ഓൺലി അബൌട്ട് വൺ സെൽഫ്, ഒരാളെ മാത്രമായിട്ട് കെയർ ചെയ്യുക. എന്താ? സെൽഫിഷ്, SELFISH. ലിബറൽ ആൻഡ് വൺ ഹാൻഡഡ്. സിക്സ്ത് വൺ, അത് ജനറസ്, GENEROUS. ഷുവർ അബൌട്ട് വൺസ് ഓൺ എബിലിറ്റി. സെവൻത്ത് വൺ, കോൺഫിഡൻറ്റ്, CONFIDENT. എക്സ്പെക്റ്റിംഗ് ഗുഡ് തിങ്സ് ടു ഹാപ്പൻ. ഒപ്റ്റിമിസ്റ്റിക്, OPTIMISTIC. നയൻത്ത് വൺ, വില്ലിംഗ് ടു ടേക്ക് റിസ്ക്. അഡ്വെഞ്ചറസ്, ADVENTEROUS. കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി നിങ്ങൾക്ക് ഞാൻ എഴുതിയത് കാണിച്ചു തരാം. ഓക്കെ, 1 to 9 വരെയുള്ള എൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്പെല്ലിങ്സ് ഇതിൽ നോക്കി എഴുതിക്കോളൂ. ഫസ്റ്റത്തെ ഷൈ, സെക്കൻഡ് മീൻ, തേർഡ് വൺ ടെൻസ്, ഫോർത്ത് വൺ ജെൻറ്റിൽ, ഫിഫ്ത്ത് വൺ സെൽഫിഷ്, സിക്സ്ത് വൺ കോൺഫിഡൻറ്റ്, എയ്ത്ത് വൺ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് നയൻത്ത് വൺ അഡ്വെഞ്ചറസ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3ലേക്ക് പോവാം. സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 3, റീഡ് ദ ഡയലോഗ്സ് ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. ടേബിളിൽ കുറേ ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. ഹൂ ഈസ് ദ സ്പീക്കർ? ഈ ഡയലോഗ് പറഞ്ഞ വ്യക്തി ആരാണ്? സ്പീക്കർ. ഹൂ ഈസ് ഇറ്റ് അഡ്രസ്ഡ് ടു? ഈ സ്പീക്കർ ഇത് ആരുദ്ദേശിച്ചാണ് പറയുന്നത്? വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്പീക്കർ ആർ എക്സ്പ്രസ്ഡ് ഹിയർ? ഇതിൽ പറയുന്ന അല്ലെങ്കിൽ ഈ ഡയലോഗ് പറയുന്ന സ്പീക്കറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ എന്താണ്, ആളുടെ എന്ത് പ്രത്യേകതയാണ് അവിടെ തെളിയുന്നത്? ഇവിടെ കുറച്ച് ബ്രാക്കറ്റിൽ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതായിരിക്കണം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്പീക്കറിൻ്റെ അവിടെ എഴുതേണ്ടത്. അപ്രിഷ്യേറ്റിംഗ്, മോക്കിംഗ്, എൻകറേജിങ്, കെയറിങ്, കൺസേൺഡ്, ഇന്നസെൻസ്. നമുക്ക് നോക്കാം. ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിലത്തെ ഫസ്റ്റത്തെ ഡയലോഗ്, നോ ഐ ഡോണ്ട് നോ എനി ഓഫ് ദിസ്, ഐ ജസ്റ്റ് സ്വിം. സ്പീക്കർ രാധ. ഇതാരെ അഡ്രസ്സ് ചെയ്യുന്ന? രഞ്ജിത്ത്. ആൻഡ് വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്പീക്കർ? ഇന്നസെൻസ്, ഒരു നിഷ്കളങ്കമായ ഒരു ഭാവത്തോടു കൂടിയാണ് രാധ പറഞ്ഞത്. ഇറ്റ് മീൻസ് യു ക്യാൻ ജസ്റ്റ് ഫ്ലോട്ട് ഓർ ക്രോൾ, നോട്ട് സ്വിം പ്രോപ്പർലി. എന്താ ആരാ പറയുന്ന? രഞ്ജിത്ത്. ആരുദ്ദേശിച്ച പറയുന്നത്? രാധ. എന്താ അവൻ്റെ ക്യാരക്ടർ? എന്താ അവിടെ? മോക്കിങ്, ഒരു കളിയാക്കിക്കൊണ്ടാണല്ലേ. ഷീ ലേൺ സ്വിമ്മിങ് ഈവൺ ബിഫോർ ഷീ കുഡ് വാക്ക്. ആരാ പറയുന്ന? ഹു ഈസ് എ സ്പീക്കർ? ആണ്ട്. അഡ്രസ്സിങ് ടു രഞ്ജിത്ത്. ഇവിടെ എന്ത് പ്രത്യേകതയാണ്? എൻകറേജിങ്, പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡോണ്ട് ഗോ ബിയോണ്ട് ദി ബിഗ് ബൗൾഡർ, ദ കറണ്ട് ഈസ് വെരി ഫാസ്റ്റ് ദർ. ആരാ പറയുന്നത്? സ്പീക്കർ ഈസ് രാധ ആൻഡ് ഷീ ഈസ് അഡ്രസ്സിങ് ടു അമൻ. കൺസേൺഡ്, ഒരു ശ്രദ്ധ, അവർക്കൊന്നും പറ്റരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് വളരെയധികം അവരെ ശ്രദ്ധിക്കുന്നു. ഡ്രിങ്ക് ദിസ് വിൽ ഗിവ് യു സ്ട്രെങ്ത്. സ്പീക്കർ ആൻഡ് അഡ്രസ്സിങ് ടു രാധ. ഇവിടെ എന്ത് പ്രത്യേകത വരുന്നത്? കെയറിങ് ആൻഡ് ലവിങ്, ഭയങ്കര സ്നേഹമുള്ളത് കൊണ്ടും അതുപോലെ ഒരു കെയർ ചെയ്യുക, നോക്കുക. ഹേ ചാമ്പ്, യു ആർ ഗ്രേറ്റ്, യു സ്വിം ലൈക്ക് എ ഫിഷ്. സ്പീക്കർ രഞ്ജിത്ത്, ദെൻ അഡ്രസ്സിങ് ടു രാധ, അപ്രിഷ്യേറ്റിംഗ്, അഭിനന്ദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. Then let's go to the fourth activity. Then the fourth activity, in the story The Champ, we have seen Radha, the brave girl. നമ്മൾ രാധേനെ കണ്ടു. രാധി ചാമ്പ് എന്ന് പറഞ്ഞ സ്റ്റോറിയിലെ ഇമാജിൻ രാധ ഗോട്ട് ആൻ അവാർഡ് ഫോർ ബ്രേവറി ഫ്രം ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് ഇറ്റ്. നിങ്ങൾ വിചാരിക്കുക രാധയ്ക്ക് ബ്രേവറി അവാർഡ് ഇന്ത്യയുടെ പ്രസിഡൻറ്റിൽ നിന്ന് ധീരതയ്ക്കുള്ള ഒരു അവാർഡ് ലഭിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
അത് ഒരു ന്യൂസ് പേപ്പറിൽ വരുമല്ലോ റിപ്പോർട്ടായിട്ട്. അപ്പോൾ നമ്മളോട് അവൾക്ക് കിട്ടുന്ന ആ ഒരു അവാർഡ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. വാട്ട് വിൽ ബി ദ ഹെഡിങ് അല്ലെങ്കിൽ ഹെഡ്ലൈൻ? എന്തായിരിക്കും ഹെഡ്ലൈൻ? അത് നമ്മൾ ചിന്തിക്കണം. വിൽ യു റൈറ്റ് ദി പ്ലേസ് ആൻഡ് ഡേറ്റ്? എവിടെ നിങ്ങൾ പ്ലേസും ഡേറ്റ് എഴുതും. ഹൗ വിൽ യു റിപ്പോർട്ട് ദി ഇവൻറ്റ്? ഈ ഇവൻറ്റിനെ കുറിച്ച് നിങ്ങളെങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ അറിഞ്ഞാലാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു ന്യൂസ് പേപ്പറിന് വേണ്ട പ്രത്യേകതകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് പോയിൻ്റ് അങ്ങനെ വലുതാക്കിയിട്ടൊന്നുമില്ല, ചെറിയ വേർഡ്സ് അടക്കമാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ എഴുതുന്ന ന്യൂസ് പേപ്പറിന് ഹെഡിങ് ഉണ്ടായിരിക്കണം, ഒരു ഇൻട്രൊഡക്ഷൻ, തുടക്കഭാഗത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടായിരിക്കണം, ഒരാൾ പറഞ്ഞ കൊട്ടേഷൻസ് ഒക്കെ നമ്മൾ പറയും, വാട്ട് സംവൺ ആക്ച്വലി സെഡ്, ഫോട്ടോഗ്രാഫ്സ് വിത്ത് ക്യാപ്ഷൻസ്, ഒരു പടങ്ങൾ, അതിന് ഏതെങ്കിലും ആ സന്ദർഭത്തെ ബേസ് ചെയ്യുന്നൊരു പടവും അതിൻ്റെ ഇടയിൽ അതിൻ്റെ ക്യാപ്ഷനും, ഓതർ, ഇത് എഴുതിയ ആൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, ഫാക്റ്റ്, ഇതിൻ്റെ സത്യാവസ്ഥ, കൺക്ലൂഷൻ, ഈ ഒരു ന്യൂസിൻ്റെ അവസാന ഭാഗം, ഇതൊക്കെ ഉൾപ്പെട്ടിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് ഓഫ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഓഫ് എ ന്യൂസ് റിപ്പോർട്ട്, ഒരു പത്രവാർത്തയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹെഡ്ലൈൻ, തലവാചകം എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇറ്റ് ഷുഡ് ക്യാച്ചസ് ദി അറ്റൻഷൻ ഓഫ് പീപ്പിൾ, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സംസ് അപ്പ് ദ സ്റ്റോറി, സംഭവത്തിൻ്റെ ചുരുക്കമായിരിക്കണം ആ ഒരു ഹെഡ്ലൈൻ. ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ബൈലൈൻ, ലഘുതലക്കെട്ട്. ആ ലഘുതലക്കെട്ടിൽ നിങ്ങൾക്ക് റൈറ്റേഴ്സ് നെയിം, ഇഫ് നെസസറി, അതായത് എഴുതുന്ന ആളുടെ പേര് ആവശ്യമെങ്കിൽ തുടക്കത്തിലോ അവസാനമായോ എഴുതാം. ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ പ്ലേസ് ലൈൻ, സ്ഥലപ്പേര് എഴുതാനുള്ള ഒരു ഇടം. ദാറ്റ് മീൻസ് വേർ ദ സ്റ്റോറി ബിഗിൻസ് ഓർ ഹാപ്പൻസ്, സംഭവം എവിടെ തുടങ്ങുന്നു അല്ലെങ്കിൽ എവിടെ നടക്കുന്നു എന്നതാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹെഡ്ലൈൻ നല്ലതായാൽ മാത്രമേ മറ്റുള്ളവർ വായിക്കാനായിട്ടത് തുനിയുള്ളൂ. പിന്നെ അതുമാത്രം നല്ലതായാൽ പോരാ, ബാക്കി അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളടക്കം മറ്റു കാര്യങ്ങളും നല്ലതാകുമ്പോഴാണ് അവർ കൂടുതൽ വലിയ ന്യൂസ് റിപ്പോർട്ടൊക്കെ ആണെങ്കിൽ അവരത് കുറച്ച് വായിച്ച് നിർത്തിയിട്ട് പോകും. അത് അപ്പം നമ്മൾ ചെറിയ രീതിയിലുള്ള ന്യൂസ് പേപ്പർ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആൾക്കാർ വായിക്കും. ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ പ്രിപ്പയറിങ് എ ന്യൂസ് റിപ്പോർട്ട് ഈസ് ലീഡ് മീൻസ് മുഖ്യ സൂചന. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓപ്പണിംഗ് സെക്ഷൻ, തുടക്കം ഒരു നല്ലതായിരിക്കണം. ഗീവ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായിരിക്കണം അവിടെ നൽകേണ്ടത്. ഷുഡ് ആൻസർ മോസ്റ്റ് ഓഫ് ദി 5 words, 5 WS ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഉണ്ടായിരിക്കണം. വാട്ട്, ഹൂ, വെൻ, വേർ, ഹൗ, അതായത് എന്ത്, ആര്, എപ്പോൾ, എവിടെ, എങ്ങനെ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിലുണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് ബോഡി ഓഫ് ദ ടെക്സ്റ്റ്, വാർത്തയുടെ പ്രധാന ഭാഗം ഇവിടെയാണ്. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് സപ്ലൈസ് ദ ഡീറ്റെയിൽസ്, വിശദീകരണം നൽകുന്നു. ദെൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഫസ്റ്റ്, പ്രധാന വിവരങ്ങൾ ആദ്യം. സിമ്പിൾ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലളിതവും സത്യസന്ധവുമായിട്ടുള്ള പ്രസ്താവനകളായിരിക്കണം അത്. ദെൻ കൊട്ടേഷൻസ്, അതിലെ വാട്ട് സംവൺ ആക്ച്വലി സെഡ്, ഒരാൾ അല്ലെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യം അതേപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ടിൽ കൊടുക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിൻ്റെ വേറൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കിയതിൻ്റെ ഈ എല്ലാ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കിപ്പോൾ പിക്ചർ വേണം, ശരിക്കും നമുക്കൊരു പിക്ചറും അതിൻ്റെ ക്യാപ്ഷനും കൊടുക്കാം, പിക്ചറിൻ്റെ ക്യാപ്ഷൻ. പക്ഷെ നമുക്കിവിടെ പിക്ചറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, ബാക്കിയൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം. ഞാനിവിടെ നേരത്തെ കൊടുത്ത ഒരു ഇമേജ് കണ്ടില്ലേ, ഇതിലെല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് വിത്ത് പിക്ചർ, അതേപോലെ ആയിരിക്കണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളാണ് കാണിക്കുന്നത്. സോ ഹെഡിങ്, നാഷണൽ ബ്രേവറി അവാർഡ് ടു രാധ ഫ്രം UP മീൻസ് ഉത്തർപ്രദേശ്. സ്ഥലം ന്യൂഡൽഹി, ഒരു കോമറ്റ്, December 20 എന്നത്, അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും എഴുതാം, 2 കുത്തിട്ടു. രാധ, എ 14-year-old girl from a small hill town in UP has been selected for the National Bravery Award. രാധ എന്ന് പറഞ്ഞ 14 വയസ്സുള്ള ഒരു കുട്ടി, UP എന്നുള്ള ഒരു ചെറിയ വില്ലേജ്, ഗ്രാമത്തിൽ നിന്ന് വന്ന കുട്ടിക്ക് ധീരതയ്ക്കുള്ള അവാർഡ് നൽകുന്നുണ്ട്. She rescued a boy from a swift current in the Yamuna River, risking her own life. അവളുടെ സ്വന്തം ജീവൻ
നോക്കാതെ അവൾ ആ ഒരു ആൺകുട്ടീനെ ആ ഒരു വലിയ ഒഴുക്കിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. രാധ ഷോഡ് എക്സംപ്ലറി കറേജ് ഇൻ റെസ്ക്യൂ ദ ഡ്രോണിംഗ് ബോയ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ രക്ഷിക്കാനായി വളരെ വലിയൊരു ധീരതയാണ് കാട്ടിയത്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിൽ സ്പോൺസർ രാധാസ് എഡ്യൂക്കേഷൻ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രാധയുടെ ഇനിയുള്ള ബാക്കി പഠനം നോക്കുന്നതായിരിക്കും. ഷീ വിൽ റിസീവ് ദി അവാർഡ് ഫ്രം ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഓൺ ദ റിപ്പബ്ലിക് ഡേ. ജനുവരി 26 റിപ്പബ്ലിക് ഡേ അന്ന് ഇന്ത്യയുടെ പ്രസിഡൻറ്റിൽ നിന്ന് അവാർഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആക്ടിവിറ്റി 4 വരെ എടുക്കുന്നുള്ളൂ. ബാക്കി ആക്ടിവിറ്റീസ് ഇനിയുള്ള മറ്റ് ലെസൺസിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത ഒരു ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വരെയുള്ള വീഡിയോസ് കാണുക. കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും താങ്ക് യു.